അസ്സലാമു അലൈക്കും. ഞാനിന്ന് എൻ്റെ ജന്മനാട്ടിൽ പോവുകയാണ് കേട്ടോ. കട്ടുപ്പാറക്ക് പോവുകയാണ്. മാഹിന്ന് പട്ടാമ്പിയിലേക്കുള്ള ട്രെയിനിന് കയറിയതാണ്. നല്ല അടിപൊളി പ്രകൃതി രമണീയമായ സ്ഥലങ്ങളെല്ലാം കണ്ടുകൊണ്ട് നല്ല സുഖസുന്ദരമായൊരു യാത്ര എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നമ്മൾ പട്ടാമ്പി എത്തി കേട്ടോ. പട്ടാമ്പി ഇറങ്ങി. അതിൻ്റെ ഇടയ്ക്ക് ഹസ്ബൻഡ് ഫോൺ ചെയ്തു, എത്തിയെന്ന് ചോദിച്ചു. നീയൊക്കെ ആകെ ടയേർഡായിട്ടോ. ഇനി ഇവിടുന്ന് നമ്മൾ വണ്ടി വിളിക്കും. വണ്ടി വിളിച്ചിട്ട് പോന്നാണ്. പട്ടാമ്പിയിൽ നിന്ന് അങ്ങനെ വിട്ട് നേരെ ഇതാ കട്ടുപ്പാറ ടൗണെല്ലാം കഴിഞ്ഞിട്ട് നേരെ എൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ. ഇത് മെയിൻ റോഡാണ്. പെരിന്തൽമണ്ണ അങ്ങോട്ട് പോകുന്ന റോഡാണ്. ഇത് നമ്മളെ വീടിൻ്റെ അരികെ തന്നെയുള്ള ഷോപ്പാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റംസ് എല്ലാം വാങ്ങട്ടെ എന്ന് വിചാരിച്ച് അവിടെ നിർത്തിയതാണ്. തട്ട പോലെ നോക്കിയ ഞങ്ങളങ്ങനെ മലപ്പുറം പെരിന്തൽമണ്ണയാണ് കേട്ടോ. ഇത് പെരിന്തൽമണ്ണ കട്ടുപ്പാറയാണ്. നാട്ടിലെത്തി. മാഷാ അല്ലാഹ് കുഴപ്പമൊന്നുമില്ലാണ്ട് എത്തി. അപ്പം ഇനി ഫുഡ് കഴിക്കട്ടെ. ആ മീനൊക്കെ ഉണ്ട്. ഫുഡ് അടിക്കുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങൾ. അങ്ങനെ ഞാൻ എൻ്റെ ജന്മനാട്ടിലെത്തി. കട്ടുപ്പാറയാണ് കേട്ടോ. പെരിന്തൽമണ്ണ കട്ടുപ്പാറയാണ് ഞാൻ ജനിച്ചു വളർന്ന നാട്. ജന്മം കൊണ്ട് ഞാൻ കട്ടുപ്പാറക്കാരിയാണെങ്കിലും കർമ്മം കൊണ്ട് മായിക്കാരിയാണ്. ഇത് നോക്കിയാൽ നല്ല അടിപൊളി വരിക്കച്ചക്കയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒന്നിനും പഞ്ചയില്ല എന്ന് വെച്ചാൽ മാങ്ങയും ചക്കയെല്ലാം ഉണ്ട്. നല്ല പച്ചപ്പുള്ള പ്രകൃതി രമണീയമായ സ്ഥലമാണ് കേട്ടോ ഇവിടെ. നോക്കിയാൽ ഇതിൻ്റെ തൊട്ടപ്പുറം തന്നെ മെയിൻ റോഡ് വരുന്നത് കേട്ടോ. പെരിന്തൽമണ്ണയിലേക്ക് പോകുന്ന മെയിൻ റോഡ് വരുന്നത് തൊട്ടപ്പുറം തന്നെയാണ്. മാങ്ങയെല്ലാം ഉണ്ട് കേട്ടോ വീണ് കിടക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. മാങ്ങയില്ലതാ വീണ് കിടക്കുന്നത്. നോക്കിയാ
പിന്നെന്താ വിശേഷങ്ങളെല്ലാം പറയാട്ടോ. നോക്കിയാ മഴക്കാലത്ത് നല്ലോണം വെള്ളം പോകുന്ന സ്ഥലമാണ്. പ്രകൃതി രമണീയമായ സ്ഥലം എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതാണിത്. അപ്പോൾ ഇൻഷാ അല്ലാ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഇതെങ്ങനെയുണ്ട് ചുരിദാർ? ഞാൻ അടിച്ച ചുരിദാറാട്ടോ. പിന്നെ ഇനി ഇവിടെ കുറച്ച് ദിവസം ഉണ്ടാവും കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മായിൽ പോവുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ ഇനി 2-3 ദിവസം ഇവിടുത്തെ വിശേഷങ്ങളുമായിട്ടുള്ള വീഡിയോസ് ആയിരിക്കും. അപ്പോൾ ബാക്കിയുള്ള വിശേഷമൊക്കെ അടുത്ത വ്ളോഗിൽ പറയാം കേട്ടോ. നല്ല ക്ഷീണമുണ്ട്, യാത്ര ചെയ്ത ക്ഷീണമാണ്. അപ്പോൾ ഓക്കെ, എല്ലാവരും ഒന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബായ്.